തിരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. രാജ്യത്താകമാനം BJPക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇതിനിടയിൽ എല്ലാവരും ചർച്ച ചെയ്യാൻ മറന്നുപോയ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചകളിലേക്ക് എത്തുന്നത്. അത് മറ്റൊന്നുമല്ല, BJPയുടെ ഇതുവരെയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള സംഘടനയായ RSSന്റെ ഉൾവലിയലാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് RSSന്റെ ഇത്തവണത്തെ അസാന്നിധ്യം രാജ്യത്ത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പായിട്ട് പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ RSSന്റെ പിന്നോട്ടുപോക്ക് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാതിരുന്നതും ഇതിനിടയിൽ വലിയ ചർച്ചയായി. RSSന്റെ ഈ ഉത്സാഹക്കുറവിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. അതിൽ ആദ്യത്തേത് അവരുടെ എല്ലാമായ നരേന്ദ്രമോദി തന്നെയാണ്. നിലവിൽ നരേന്ദ്രമോദി BJP എന്ന പാർട്ടിയെ പൂർണ്ണമായി കൈയടക്കി കഴിഞ്ഞു എന്നതാണ് സത്യം. ഇത് RSSനെയും മറികടന്ന് പോകാനുള്ള പ്രവണതയിലേക്ക് പാർട്ടിയെ എത്തിക്കുന്നതായി RSS നേതാക്കൾ സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷനായ JP നദ്ദ പറഞ്ഞ വാക്കുകളിലും ഈ ഒരു സൂചന കാണാൻ സാധിക്കും. വാജ്പേയിയുടെ കാലത്തെന്ന പോലെ ഇന്ന് BJPക്ക് RSSന്റെ സഹായം ആവശ്യമില്ലെന്നാണ് BJP ദേശീയ അധ്യക്ഷൻ പറയുന്നത്. RSSന്റെ സഹായമില്ലാതെ നിൽക്കാൻ തക്കവണ്ണം പാർട്ടി വളർന്നുവെന്ന പ്രസ്താവന RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകോപനപരമായ ഒന്നാണ്. മോദി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നതിൽ RSSനുള്ള അതൃപ്തിയാണ് പ്രതിഫലിക്കുന്നതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന RSSന്റെ ഇപ്പോഴത്തെ പിൻവലിയനെ വിശദീകരിക്കാൻ ഈ ന്യായം മതിയായില്ല. ഈ സാഹചര്യത്തെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: RSSനെ BJP വിഴുങ്ങാൻ പോകുന്നു. മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി RSSനെ നിരോധിക്കും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പറഞ്ഞത്. ശിവസേനക്കെതിരെ നടത്തിയ അതേ കളികൾ RSSന് നേരെയും വരും നാളുകളിൽ മോദി കളിക്കും. RSS വലിയൊരു അപകടത്തെയാണ് നേരിടാൻ പോകുന്നതെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. പ്രചാരണത്തിലെ RSSന്റെ അസാന്നിധ്യം സംബന്ധിച്ചു വരുന്ന മറ്റൊരു കാരണം സംഘടനയിലെ പ്രവർത്തകരുടെ ക്ലാസുമായി ബന്ധപ്പെട്ടതാണ്. ഇടത്തരക്കാർക്കിടയിൽ മോദി സർക്കാരിനെതിരെ അതൃപ്തി വളർന്നിട്ടുണ്ടെന്നും RSS പ്രവർത്തകർ ഭൂരിഭാഗവും ഈ ക്ലാസിൽ നിന്നുള്ളവരായതിനാൽ ആ അതൃപ്തി സംഘടനയുടെ ഉത്സാഹക്കുറവായി മാറിയെന്നുമെല്ലാം ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ RSS പോലൊരു കേഡർ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഈ നിരീക്ഷണം അത്ര കണ്ട് ശരിയാകില്ല. ഏതായാലും ഇതുവരെ ഇല്ലാത്ത പ്രവർത്തനം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഒപ്പം RSSന്റെ ഈ പിന്മാറ്റം BJPക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് ജൂൺ 4-ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും.